കാസർഗോഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന് പിന്നാലെ ആൺ സുഹൃത്ത് സന്ദേശ് ആത്മഹത്യ ചെയ്ത സംഭവം കടുത്ത മാനസിക സമ്മർദ്ദവും കുറ്റബോധവും കാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തൽ. രണ്ടുപേരുടെ ആത്മഹത്യകളിലും പുറത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ ഉണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചിന്നുവിനെ ആസാദ് നഗറിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഉയർന്നുവരുന്ന ഒരു സംശയമാണ് ഇരുവരുടെയും ആത്മഹത്യക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത്. പോലീസിന് അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, പോലീസ് അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിൽ അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാഥമികമായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ്. കടുത്ത മാനസിക സമ്മർദ്ദം, അതായത് ഈ ചിന്നു ആത്മഹത്യ ചെയ്തതിലുള്ള കടുത്ത മാനസിക സമ്മർദ്ദം, അതോടൊപ്പം കുറ്റബോധവും ഇയാളെ ആടിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് ഒരു സംശയം, ഇയാളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ ആ രീതിയിലുള്ള സംശയങ്ങളൊക്കെ പോലീസിനുണ്ടായിരുന്നു. കാരണം വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഈ ചോദ്യം ചെയ്യലിലും സന്ദേശം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞതിന് ശേഷം ഈ ചിന്നുവിന്റെ ആത്മഹത്യയിൽ ഈ ഒരു സന്ദേശത്തിന് പങ്കില്ല എന്ന് കണ്ട് പറഞ്ഞേക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കളെ വിളിക്കുകയും കൃത്യമായി അവരോട് പറയുകയും ചെയ്തിരുന്നു, വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്, ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ അത് ഇത്തരത്തിൽ എത്ര ദിവസം ഇവർക്ക് വീട്ടുകാർക്ക് നോക്കാൻ കഴിയുമെന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞോട്ടെ. ഏതായാലും ഈ സന്ദേശിന്റെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ സംസ്കാരങ്ങളൊക്കെ പൂർത്തിയായി. ഇന്നലെ പാറക്കട്ടിയിലുള്ള പൊതുശ്മശാനത്തിലായിരുന്നു ഇന്നലെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. സുഹൃത്തുക്കളും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഇനിയും തുടരും. കാരണം പുറത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നത്. പ്രധാനമായും ഈ ചിന്നു ആത്മഹത്യ ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇവർ ഒരുമിച്ചായിരുന്നു താമസം ഉണ്ടായിരുന്നത്. ഈ സന്ദേശിന്റെ ഫോട്ടോ വെച്ച് ഈ ചിന്നുവിന്റെ മരണത്തിന് കാരണം സന്ദേശാണെന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സംശയം പോലീസിന് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ഇയാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഒരാഴ്ചയോളമായി ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങളും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് ഈ വാർത്തകൾക്കൊക്കെ അടിയിലും ചില സാമൂഹ്യ മാധ്യമങ്ങളിലും ചില സൈറ്റുകളിലുമൊക്കെ ഇത്തരത്തിൽ ചിന്നുവിന്റെ ആത്മഹത്യക്ക് കാരണം ഈ സന്ദേശാണെന്ന തരത്തിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. അത് ഇയാളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം അവസാന നാളുകളിൽ ചിന്നുവിനൊപ്പം കഴിയുന്ന ആ സമയങ്ങളിൽ ചിന്നു ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുന്നൊക്കെ ഇവർ തമ്മിൽ കലഹങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായത് ഇയാളെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റബോധത്തിന് ഇടയാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. ഇതെല്ലാമാണ് ഈ ഒരു ആത്മഹത്യക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായുള്ള കണ്ടെത്തൽ. പക്ഷേ പോലീസ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ വ്യക്തമാക്കിയതാണ്. കാരണം ഇയാൾ ആഹാരം കഴിക്കാൻ പോലും ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ തയ്യാറായിരുന്നില്ല. അവസാനമായി ഒന്ന് ചിന്നുവിനെ കാണണം എന്നതായിരുന്നു ഏറ്റവും ഇയാൾ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ പോലീസ് ഈ അവസാനമായി മൃതദേഹം കാണിക്കാൻ കൊണ്ടുപോയി. പോലീസ് തന്നെയാണ് ഈ ചിന്നുവിന്റെ മൃതദേഹം കാണിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഭക്ഷണം കഴിച്ചാൽ മാത്രമേ തന്നെ കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അല്പം ഭക്ഷണം കഴിച്ചു. തനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രത്തോളം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശം ആ സമയങ്ങളിൽ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ അന്വേഷണം തുടരും. തിങ്കളാഴ്ച, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചിന്നുവിനെ ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത്. അത് ഫാനിൽ തൂങ്ങി ആയിരുന്നു ചിന്നു ആത്മഹത്യ ചെയ്തത്. ഇവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവർ ഒരുമിച്ചായിരുന്നു താമസം. ചിന്നുവിനെ സംബന്ധിച്ചിടത്തോളം ചിന്നുവിന്റെ ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം ഒളിച്ചോടി താമസം ആരംഭിച്ചതും ഇപ്പോൾ ഉള്ള ബന്ധത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ആയിരിക്കാം കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുകയും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും ആത്മഹത്യക്ക് നയിച്ചതെന്ന്. എന്നാൽ ഇത് വലിയ ചർച്ചാ വിഷയമായി ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ചിന്നുവിന്റെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച ഈ കാര്യത്തിലുണ്ടായിരുന്നു. ആരാണ് വില്ലൻ? ഈ ഇത്തരത്തിൽ രേഷ്മ എന്ന് പറയുന്ന ചിന്നു പാപ്പു എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? കാരണം എന്താണ്? ആദ്യ ഭർത്താവാണോ? തുടങ്ങിയ രീതിയിലുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആ ചർച്ചകൾ സജീവമായി തുടരുകയാണ്. സന്ദേശിന്റെ ആത്മഹത്യയിലൂടെ അത് വീണ്ടും ചർച്ചാ വിഷയമായി മാറുകയാണ്. ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ ജീവനൊടുക്കാനുണ്ടായ സാഹചര്യം, അതിനെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഏതായാലും
ഈ 4 വയസ്സുള്ള ഒരു മകൻ ഈ ചിന്നുവിനുണ്ട്. ആ മകനെ അനാഥമാക്കിയാണ് ചിന്നു യാത്രയായത്. ഇപ്പോൾ ആ മകൻ ഇപ്പോൾ അച്ഛനും ഇല്ല അമ്മയില്ലാത്തൊരവസ്ഥയിലാണ് ആ കുട്ടിയുള്ളത്. ഇത്തരം സന്ദർഭങ്ങൾ അത് കൃത്യമായി പോലീസ് പറയുന്നുണ്ട്. ഒരു കുട്ടിയെയാണ് ഇപ്പോൾ അനാഥമാക്കിയിരിക്കുന്നത്. ഇവർ തമ്മിൽ ഒരുമിച്ചായിരുന്നു താമസം. അത് ഈ ചില ഘട്ടങ്ങളിലൊക്കെ മകനും ഇവർക്കുമായിരുന്നു താമസം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് രേഷ്മ തന്റെ മകനെ പിതാവിന്റെ കയ്യിലായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. വീട്ടുകാരെ ഒന്നും ഈ രേഷ്മ ഒരു സംഭവങ്ങൾ ഇത്തരം സംഭവങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല. അതോടൊപ്പം ഇവരുടെ ബ്ലോഗുകൾ പരിശോധിച്ചാലും അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒരു സൂചന പോലും നൽകാതെയാണ് രേഷ്മ ആത്മഹത്യ ചെയ്തതെന്നാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് പോലീസും അന്വേഷിക്കുന്നത്. ഇതിൽ ആത്മഹത്യാ കുറിപ്പുകൾ ഒന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ സന്ദേശിന്റെ ആയാലും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. സന്ദേശിന്റെ അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും. ഇവരാരും തന്നെ സന്ദേശിന്റെ മരണത്തിൽ അല്ലെങ്കിൽ ആത്മഹത്യയിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് നമ്മോട് ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ പറയുന്നത് ഇവർ ഒരുമിച്ച് രാത്രി സന്ദേശിനെ ചേർത്ത് പിടിച്ചിട്ടും സന്ദേശ് ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും പോലീസ് സുഹൃത്തുക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ സന്ദേശിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലാണ്. അതോടൊപ്പം രേഷ്മയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലാണ്. ഇത് വിശദമായി പരിശോധന തുടരുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാലും ഈ ഭർത്താവ് പ്രജു എന്ന് പറയുന്ന ഈ രേഷ്മയുടെ ഭർത്താവായ പ്രജു എന്ന് പറയുന്ന ഇയാളെ കേന്ദ്രീകരിച്ചും പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇയാൾ രേഷ്മ ഏതെങ്കിലും തരത്തിൽ മാനസികമായി മറ്റു തരത്തിൽ ഏതെങ്കിലും സമ്മർദ്ദത്തിനിടയാക്കിയിട്ടുണ്ടോ എന്നാണ് പോലീസ് നോക്കുന്നത്. ഇയാൾ ഒരു വിവാഹിതയായ ഒരു പെൺകുട്ടിയോടൊപ്പം ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായത്. അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. അതൊക്കെ രേഷ്മയെ സംബന്ധിച്ചിടത്തോളം രേഷ്മയുടെ വീഡിയോകൾ പരിശോധിച്ചാൽ കാണാം. വലിയ സന്തോഷത്തിലാണ് ഭർത്താവും ആ 4 വയസ്സുള്ള കുട്ടിക്കൊപ്പം ഏറ്റവും അവസാനമൊക്കെ ചെയ്ത ബ്ലോഗിലൊക്കെ അവർ ആ രീതിയിലായിരുന്നു ഇടപെടൽ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഈ ഭർത്താവിന്റെ ഇത്തരത്തിലുള്ള ഒരു വേർപിരിയൽ. നിയമപരമായി തന്നെ ഇത്തരം കാര്യങ്ങൾ നീക്കുന്നതിനിടയിലാണ് മറ്റൊരാളുമായി ഇഷ്ടത്തിലാവുന്നത്. പക്ഷെ ആ ബന്ധത്തിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായി, ഇവർ വാക്കുതർക്കങ്ങൾ ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. വ്യക്തിപരമായ രേഷ്മയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായി. അതെല്ലാം ഒരു സമ്മർദ്ദത്തിനിടയാക്കിയും കടുത്ത മാനസിക സമ്മർദ്ദത്തിനിടയാക്കിയും അങ്ങനെ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമികമായ നിഗമനം. അതിൽ മനംനൊന്ത് അല്ലെങ്കിൽ അത്തരത്തിൽ താങ്ങാനാവാതെയാണ് സന്ദേശം ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമികമായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ബാഹ്യമായ ഇടപെടലുകൾ ഏതെങ്കിലും തരത്തിലുണ്ടോ, ഇത്തരത്തിൽ അപകീർത്തികരമായ രീതിയിൽ സന്ദേശിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോ വെച്ച് ഇയാളാണ് രേഷ്മയുടെ ആത്മഹത്യക്ക് കാരണമെന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രചരണം നടത്തിയിട്ടുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കും. ശരി, കെ വി ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.